ഞാനിപ്പോ ഇവിടെ 1 year ആയി. ഇതിന് മുന്നേ പല സ്ഥലത്തും സുംബ പഠിച്ചിട്ടുണ്ട്. കൂട്ടത്തോടൊപ്പം ചേർന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂട്ടത്തിനോടൊപ്പം ചേരുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ വേറെ ഏത് വർക്കൗട്ടും ചെയ്യുന്നതിന്റെ എല്ലാ ഗുണവും നമുക്ക് കിട്ടും. വെയിറ്റ് ലോസ് ആണെങ്കിലും ഫാറ്റ് ലോസ് ആണെങ്കിലും സ്റ്റാമിന ആണെങ്കിലും എല്ലാം കിട്ടും. പ്ലസ് കൂട്ടത്തോട് ചെയ്യുമ്പോൾ നമുക്കത് ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഫീൽ ഉണ്ടാവില്ല. നമുക്കത് എൻജോയ് ചെയ്ത്, പ്രത്യേകിച്ച് ഇതിന് മ്യൂസിക്കിന്, എനിക്കൊക്കെ കുറച്ച് ഡാൻസ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഈ മ്യൂസിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ നമുക്ക് എനർജി തനിയെ വരും ചെയ്യാൻ. നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. എത്ര കാലമായി സുംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്? 1 year ആയി. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ 2 ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കര ഔട്ട് ഓഫ് ഷേപ്പ് ആയിട്ടാണ് ഇവിടെ വന്നത്. ഫയറൊക്കെ ചാടി ആകപ്പാടെ ഷേപ്പ് മൊത്തം പോയായിരുന്നു. ഇപ്പൊ 1 year ആയി. 1 year കൊണ്ട് ഭയങ്കര വ്യത്യാസമാണ്. എൻ്റെ ഷേപ്പ് കംപ്ലീറ്റ്. സുംബ ശരിക്കും ഷേപ്പിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഷേപ്പ്, നമ്മൾ നല്ല ബോഡി ഷേപ്പിലാവും. പിന്നെ വയറൊക്കെ കുറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റാമിന, ആദ്യം ഫസ്റ്റ് ദിവസം എനിക്ക് വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഡാൻസ് കഴിഞ്ഞപ്പോഴേ ടയേർഡായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയി. നമ്മളിവിടെ ഡാൻസ് വർക്കൗട്ടിന്റെ കൂടെ ഒരു വർക്കൗട്ടും ഉണ്ട്. കുറച്ച് സമയം നമ്മൾ സ്ട്രെച്ചിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം എനിക്ക് കുറച്ചൊന്നും കാലൊന്നും പൊക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി. അപ്പോൾ മൈൻഡിന്, പിന്നെ ഇവിടെ എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡിനും ഒരു സ്ട്രെസ് ഫ്രീ ആണ്, ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളിവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യും. പിന്നെ എല്ലാവരും ഇടയ്ക്ക് പുറത്ത് പോകും. അപ്പോൾ അതൊക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയും നല്ലതാണ്. പിന്നെ ഞാൻ IT പ്രൊഫഷണലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇരുന്നിട്ടാണ് ജോലി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും മൈൻഡിനും ബോഡിക്കും ഭയങ്കര നല്ലതാണ്. കുറെ കാലമായി സുംബ ചെയ്ത് തുടങ്ങിയിട്ട്? കുറച്ച് മാസങ്ങളായി. ആക്ച്വലി എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തോപീഡിക് സജസ്റ്റ് ചെയ്തതാണ് സുംബ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്തിട്ട് നല്ല റിലീഫ് ഉണ്ട്. ഇപ്പോൾ പെയിൻ ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഉള്ളതപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യലി ഇൻട്രാക്ഷനും കൂടി വരുമ്പോൾ മെന്റലി ലൈക്ക് സ്ട്രെസ്സും എല്ലാം റിലീവ് ആവാണ്. ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ മെന്റൽ ഹെൽത്തിന് തീർച്ചയായിട്ടും നമ്മളും സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇഷ്ടമുള്ള എക്സസൈസ് അതിൽ സുംബ ഇവൻ ബെറ്റർ. ചെയ്യണോണ്ട് പറയാണ് ഇവൻ ബെറ്റർ. മ്യൂസിക്കും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അതെ ലിഷർ ആക്ടിവിറ്റി കൂടി. എക്സസൈസ് ക്ലാസ് ഒരു ലിഷർ ആക്ടിവിറ്റി ആണല്ലോ. അതായത് ഇപ്പം 1 വർഷമായിരുന്നല്ലേ? 1 വർഷമല്ല, കുറച്ച് മന്ത്സ് ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ അതാണ് എനിക്ക് അറിയേണ്ടത്. അതായത് ബീങ് എ സൈക്കോളജിസ്റ്റ് കുറേ അല്ലാതെ കുറേ കൂടി കാര്യങ്ങൾ ഈ ഹെൽത്തി മൈൻഡ് സെറ്റപ്പിന് വേണ്ടി സജസ്റ്റ് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ കൂടി സുംബയും കൂടി ആഡ് ഓൺ ആയി എന്നാണോ പറയേണ്ടത്? അതോ മേ ബി അതിന്റെ കൂടെ ആഡ് ഓൺ ആയി എന്ന് തന്നെ പറയാം. കാരണം നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇപ്പൊ എല്ലാവരും അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന സമയമാണല്ലോ. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് എക്സസൈസ് ജീവിതത്തിന്റെ ഭാഗമാക്കുള്ള ഒരു അത്യാവശ്യം തന്നെയാണ്. എസ്പെഷ്യലി വുമൻസ്, ആണുങ്ങൾക്കും വേണം. പക്ഷെ വീട്ടില് ഇപ്പൊ അധികം ആൾക്കാരും വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പുറത്തിറങ്ങി ആ ഒരു എക്സസൈസോ ആ ഒരു സോഷ്യലൈസേഷൻ ഒന്നും കിട്ടണില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ മെന്റൽ ഹെൽത്തും അല്ലെങ്കിൽ സ്ട്രെസ്, ഡിപ്രഷൻ ഒക്കെ കൂടി വന്നിട്ടുണ്ട് ഈ ഒരു കുറച്ച് കാലമായിട്ട്. മേ ബി അറിയായിരിക്കുമല്ലോ, പോസ്റ്റ് കൊറോണ വന്നേക്കുന്നത്. സോ അതിനും കൂടിയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഗ്രൂപ്പ്, ഈവൻ ഒരു മോട്ടിവേഷണൽ ട്രെയിനർ പോലെ ഒരു ട്രെയിനർ കൂടി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. കവിത ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ്. അതെ, കാണുമ്പോൾ തന്നെ അറിയാലോ. കവിത ഇസ് ലൈവ്ലി. ഈവൻ ഷീ ഗീവ് മോട്ടിവേഷൻ. ഇടയ്ക്ക് വേറെ മോട്ടിവേഷൻ സ്പീക്കും ഒക്കെ തരും. സോ ഇറ്റ്സ് നൈസ് ഹിയർ. ഞാനിപ്പോൾ കുറച്ച് സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇത് ചോദിക്കുന്നത്. കുറച്ച് സോഷ്യലി ചോദിക്കുന്നത്. കാരണം കുറച്ചൊക്കെ ഈ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളൊക്കെ ഞാൻ മീറ്റ് ചെയ്തല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഒരു ഈ പറഞ്ഞ കോമണായിട്ടുള്ള ജോലിയുടെ പ്രഷറും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഈ ഹൗസ് വൈഫിന്റെ പ്രഷർ അവർക്ക് അതെങ്ങനെയാണ്? ആക്ച്വലി ഹൗസ് വൈഫ്സ് ജോലി ചെയ്യേണ്ട, ഇന്ററാക്ട് ചെയ്യണില്ല. അവർക്ക് മിസ് ഔട്ട് ആവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനുള്ള അപ്രീസിയേഷൻ അവർക്ക് വീട്ടിൽ കിട്ടണില്ല. അപ്പൊ അതുകൊണ്ടുള്ള സ്ട്രെസ്സും, പിന്നെ സംസാരിക്കാൻ വീട്ടിൽ ആൾക്കാരില്ല, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷനിലേക്ക് പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഹൗസ് വൈഫ്സിനും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരായിട്ട് ഒന്നിച്ച് ഇന്ററാക്ട് ചെയ്യാൻ. ഇന്ന് ഇവിടെ ഒരു ബർത്ത്ഡേ ഉണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാം നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്, ഓണം, ദാണ്ടിയ, അങ്ങനെയൊക്കെ. അപ്പം അതൊരു ബെസ്റ്റ് എന്താ പറയുക, ഒരു ചേഞ്ച് ആണ് ആക്ച്വലി. എസ്പെഷ്യലി ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു റിലീഫാണ്. ഒരു തെറാപ്പിയുടെ പാർട്ട് തന്നെ പറയാം.
നമുക്ക് ആർട്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി എന്നൊക്കെ പറയണ പോലെ, ഡാൻസ് തെറാപ്പി എന്നൊക്കെ പറയണ പോലെ അതുപോലൊരു തെറാപ്പി തന്നെയാണ് സുംബ. താങ്ക് യു. എത്ര കാലമായി? ഞാനൊരു 4 മാസം. എന്താണ് മീൻസ് ഹൗ ഡു ഫീൽ? വളരെ നല്ലതാണ്. കാരണം ഞാൻ വളരെയധികം സ്ട്രെസ്സിൽ നിന്ന് എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തതാണ് സൂംബ. ഇവിടെ വന്ന് 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം പോസിറ്റീവായിട്ടുള്ളത്. കാരണം ഇവിടെ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. ഇത്ര ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴും ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ നല്ല ഓക്കെ ആണെന്ന് പറയുള്ളൂ, വെരി ഗുഡ് ആണെന്ന് പറയുള്ളൂ. കാരണം അടിപൊളിയാണ്. നമ്മളിവിടെ വന്ന് ഇത് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ പറ്റും. പ്രത്യേകിച്ചും ഗ്രൂപ്പിനൊപ്പം മിങ്കിളാകുമ്പോൾ ഇവിടെ അങ്ങനെ വേറെ തിരിവൊന്നും എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമ്മൾ കോമഡി ആയിട്ട് എല്ലാം തമാശയായിട്ട് എല്ലാം ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ മനസ്സിന് തന്നെ ഭയങ്കര ഒരു റിലീഫാണ്, ഭയങ്കര സ്ട്രെസ് റിലീഫാണ് സൂംബ. എന്റെ പേര് ആതിര. എന്റെ പ്രൊഫഷൻ എന്താണ്? ഞാൻ IT ആണ്. കുറച്ചുകൂടി സ്ട്രെസ് നമുക്ക് വർക്കാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാത്തിൽ നിന്നും ഒരു ഭയങ്കര ഒരു റിലീഫാണ്. എത്ര കാലമായി ഇവിടെ ജോയിൻ ചെയ്തത്? ആക്ച്വലി ഞാൻ വന്നിട്ട് 2nd month ആണ്. എനിക്കൊരു കമ്പാരിസൺ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലാസ്റ്റ് 5 years ആയിട്ട് യോഗ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുംബ ചെയ്യുമ്പം യോഗ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു ടൈപ്പ് സാധനമാണ്. അപ്പം അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മെൻ്റൽ പവർ കൂടുതലാവും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. നമ്മുടെ ജോയിൻസിനൊക്കെ ആണെങ്കിലും ഭയങ്കര റിലാക്സേഷൻ ആവും. നമുക്ക് തിങ്കിങ്ങിനൊക്കെ ആണെങ്കിലും നമ്മളുടെ രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഈ സുംബയിലോട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് സ്റ്റാമിന. എനിക്ക് ഫസ്റ്റ് ഡേയിൽ വരുന്ന ദിവസം ഒരു പാട്ടിൽ ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്റ്റാമിന മൊത്തം പോയി. അപ്പം ഞാനിങ്ങനെ തിങ്ക് ചെയ്തു, ലാസ്റ്റ് 5 years ആയിട്ട് യോഗ ചെയ്തുകൊണ്ടിരുന്നവർ എനിക്ക് സ്റ്റാമിന എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് കുറവ് പോലെ ഫീൽ ചെയ്തു. ഓരോ ക്ലാസ് കഴിയുന്തോറും ആദ്യത്തെ ഒരു പാട്ട്, അതിനുശേഷം 2nd, 2, 3, ഇപ്പം എത്ര നേരമായി നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാമിന വൈസ് ഭയങ്കരമായിട്ട് നമുക്ക് കൂടുതലായി തുടങ്ങി. അതിൽക്കുപരി യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഭയങ്കര സൈലന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും, നമുക്ക് ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ടാവും. അപ്പം ശരിക്കും ആ ഒരു മെന്റൽ റിലീഫിനെക്കാട്ടി കൂടുതൽ ഞാനിപ്പം ശരിക്കും ആസ്വദിക്കുന്നത് ഈ ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് സുംബ എന്ന് പറഞ്ഞ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഈ പറഞ്ഞ ഡാൻസ് ഒന്നും അല്ല, നമുക്ക് കിട്ടുന്ന മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ബിക്കോസ് എനിക്ക് ആ ഒരു 2 കാറ്റഗറിയും ഞാൻ ചെയ്യുന്നത് കാരണം ഐ നോ വെരി വെൽ സുംബ ഈസ് എ വെരി എന്താ പറയുക, അത്രയ്ക്കും ഈ പ്രത്യേകിച്ച് ഞാനൊരു 40s ഉള്ളവരാണ്. അപ്പം നമുക്കൊക്കെ ശരിക്കും ആ ഒരു സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സുംബ പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇല്ലില്ല, എൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജാണ് രണ്ടും. പക്ഷേ കുറച്ചും കൂടെ മെന്റൽ റിലീഫ്, അതായത് കൂടുതൽ പേര് കാണാനും നമുക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് ശരിക്കും ഭയങ്കര ഒരു പ്ലസന്റ്. ഇപ്പം തന്നെ ഒരാളുടെ ബർത്ത്ഡേ ആണ്, അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെന്റലി ഒരുപാട് എന്താ പറയുന്നത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാനും നമ്മളുടെ ഏജ് ഒരു നമ്പറായിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കിലോട്ട് ഒരു യങ്സ്റ്റേഴ്സിനെ പോലെ പെരുമാറാനും ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ അത്രയും എല്ലാവരും ഇതിൽ തന്നെ, മാം ഓൾസോ ഇതിൽ ജോയിൻ ചെയ്യുക.